ഒരിക്കൽ ഒരിടത്ത് ഒരു ഗുരുവും ശിഷ്യനുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ശില്പങ്ങൾ വിറ്റാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ശിഷ്യന്റെ ശില്പങ്ങൾക്ക് ഓരോ ദിവസം കഴിയും തോറും അതിന്റെ മനോഹാരിത, ഭംഗി കൂടിക്കൊണ്ടിരുന്നു. മാത്രവുമല്ല, ആളുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടിരുന്നത് ശിഷ്യന്റെ ശില്പങ്ങളായിരുന്നു. മാത്രമല്ല, ശിഷ്യന്റെ ശില്പങ്ങൾക്കാണ് കൂടുതൽ വില കിട്ടിയിരുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗുരു എന്നും ഇവന്റെ കുറവുകൾ, ഇവന്റെ പരിമിതികൾ എന്നും കാണിച്ചുകൊണ്ട് ഇവനെ കുറ്റപ്പെടുത്തുമായിരുന്നു. ആ ശില്പത്തിന് ഇന്ന കുറവുണ്ട്, ഈ ശില്പത്തിന് ഇന്ന കുറവുണ്ട് എന്നും ഇവന്റെ കുറവുകളിലേക്ക് ഗുരു കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇത് കണ്ട ശിഷ്യൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, ശരിയാണ്, ഗുരു അസൂയ കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. കാരണം എന്റെ ഗുരു ആയിരുന്നിട്ടും അദ്ദേഹത്തിനേക്കാളും മനോഹരമായ ശില്പങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന്റെ ശില്പങ്ങൾ, അതിന് കിട്ടുന്ന വിലയേക്കാൾ അധികം വില എന്റെ ശില്പങ്ങൾക്ക് കിട്ടുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന് അസൂയ ഉണ്ടാകും. ഒരു ദിവസം ശിഷ്യൻ പറഞ്ഞു തന്നെ വിമർശിച്ചപ്പോൾ, വേണ്ട, ഇന്നു മുതൽ അങ്ങ് എനിക്ക് വേറെ നിർദ്ദേശങ്ങളൊന്നും തന്നെ തരേണ്ടതില്ല, എനിക്കറിയാം എങ്ങനെയാണ് ശില്പങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന്. ഉടനെ ഗുരു അവനോട് പറഞ്ഞു, നിന്റെ പ്രായത്തിൽ ഇതേപോലെ തന്നെ എന്റെ ഗുരുവിനോടും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. നീ ചെയ്തതുപോലെ തന്നെ നിനക്ക് കിട്ടിയതുപോലെ കൂടുതൽ വില എന്റെ ശില്പങ്ങൾക്കാണ് കിട്ടിയത്, എന്റെ ഗുരുവിന് കിട്ടിയതിനേക്കാൾ അധികം. അന്ന് നീ പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞു. എന്താ, ഇനി എനിക്ക് നിർദ്ദേശങ്ങളൊന്നും വേണ്ട. അതെ, അന്നു മുതൽ എന്റെ ഗുരുവും നിർദ്ദേശങ്ങൾ തരുന്നു നിർത്തി. എന്നെ വിമർശിക്കാറില്ല, പക്ഷേ എന്റെ വളർച്ചയും അവിടെ നിലച്ചു. തന്റെ ഏറ്റവും മികവ് കുറഞ്ഞ വിദ്യാർത്ഥിയെയും അല്ലെങ്കിൽ ശിഷ്യനെയും ഏറ്റവും മികവുറ്റവനാക്കാനുള്ള ഉറച്ച തീരുമാനവും ആഗ്രഹവുമാണ് ഒരു അധ്യാപകനെ ഏറ്റവും മികച്ചവനാക്കി മാറ്റുന്നത്. അതിന് അഹം എന്ന് പറഞ്ഞ സംഭവം മാറ്റിവെക്കണം. ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ അറിവില്ലായ്മയിൽ ഒരു സൂപ്പർ ഹീറോ പരിവേഷം അത് ആസ്വദിക്കുന്ന അധ്യാപകർ ഉണ്ടാകാം. ഒപ്പം തന്നെ തങ്ങളെക്കാളധികം കേമനായ ശിക്ഷനെ ഓർത്ത് അഭിമാനിക്കുന്ന അധ്യാപകർ ഉണ്ടാകാം. അതെ, വിദ്യാർത്ഥികൾ അവർ ഒരിക്കലും തങ്ങൾക്ക് താഴെയോ തങ്ങളുടെ ഒപ്പമോ അല്ല നിൽക്കേണ്ടത്, നമുക്ക് മുകളിൽ നിൽക്കേണ്ടവരാണ്, എന്നേക്കാൾ അധികം വളരേണ്ടവരാണ് എന്ന ബോധ്യവും അധ്യാപകനുണ്ടാകണം. ശിഷ്യന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് പറയുകയാണെങ്കിൽ, നമ്മെ വളർത്തുന്നവരെ വിശ്വസിക്കണം. ഗുരുക്കന്മാരെ കൂടുതലായി ആശ്രയിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും അവർക്ക് പൂർണ്ണമായി അറിവുള്ളവരാകണമെന്ന് നിർബന്ധമില്ല. അതെ, ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും മാറ്റി പറഞ്ഞ കാര്യമാണ്. മുമ്പൊക്കെ പറഞ്ഞിരുന്നു മാതാപിതാ ഗുരു ദൈവം. ഇന്ന് ആ ഗുരുവിനെ ഒന്ന് മാറ്റി ഇന്നത്തെ പുതിയ കാലഘട്ടം ഇങ്ങനെയാ പറയുന്നത്, മാതാപിതാ ഗൂഗിൾ ദൈവം. അതെ, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടം. എന്ത് ചോദിച്ചാലും AI നമുക്ക് മറുപടി തരും. പിന്നെ എന്തിന് അധ്യാപകൻ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാ. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, കൂടുതൽ മൂല്യങ്ങൾ, സത്ചിന്തകൾ സമൂഹത്തിലേക്ക്, നല്ല പൗരത്വ ബോധമുള്ള, വ്യക്തിബോധമുള്ള ഒരു സമൂഹത്തെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇവർക്കേ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഗുരു തന്നെക്കാൾ മികച്ചവനാണോ എന്നുള്ളതല്ല, പകരം ഒരു ശിഷ്യന്റെ ഉള്ളിലെ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തെ കൂടുതൽ പ്രതാപമുള്ളവനാക്കി മാറ്റുന്നത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.